next topic, force on a dielectric slab inserted between the plates of a capacitor. Force on a dielectric slab inserted between the plates of a capacitor. ഇപ്പോൾ നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിചാരിക്കും. കപ്പാസിറ്റർ ഓക്കെ. അപ്പോൾ കപ്പാസിറ്ററിൽ നമ്മൾ ഇപ്പോൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർക്ക് ചാർജ് പ്ലേറ്റുകൾക്ക് നമുക്ക് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇവർക്ക് പ്ലേറ്റുകൾക്ക് ചാർജ് സ്റ്റോർ ചെയ്തു. ഇനി ഇതിനിടയിലേക്ക് നമ്മൾ ഈ പ്ലേറ്റിൻ്റെ ഏരിയയെ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണ്. പ്ലേറ്റ് സെപ്പറേഷൻ ഡി. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു ഡൈലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഡൈലക്ട്രിക് സ്ലാബ് ഇതിനിടയിലേക്ക് നമ്മൾ ഒരു ഡൈലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ഈ പ്ലേറ്റിൻ്റെ ഇതൊരു സംഭവം, ഇത് പ്ലേറ്റ് ആണല്ലോ അല്ലേ? ഇങ്ങനെ ലൈനായിട്ടൊന്ന് വരിക, പ്ലേറ്റാണ്, രണ്ട് പ്ലേറ്റുകളല്ലേ. അപ്പോൾ ഈ പ്ലേറ്റിനെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എൽ എന്നെടുത്തു. അതുപോലെ ഇവിടെയും പ്ലേറ്റ് കാണിക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ എൽ എന്നെടുത്തു പ്ലേറ്റിൻ്റെ. ഓക്കെ. ഈ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് ഞാൻ ഇതല്ലേ ബ്രെഡ്ത്ത് വരിക, പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് അത് നമ്മൾ ബി എന്നെടുത്തു. ബ്രെഡ്ത്ത് ബി. ഓക്കെ. അപ്പോൾ ഇതൊരു ഡൈലക്ട്രിക് ഇതിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡൈലക്ട്രിക് പോളറൈസേഷൻ പറഞ്ഞില്ല. അപ്പോൾ ഡൈലക്ട്രിക് എന്ന് പറയുമ്പോൾ ഇതിലുള്ള മോളിക്കൂൾ എന്താവും? മോളിക്കൂൾ നെഗറ്റീവ് ഇങ്ങോട്ട് പോസിറ്റീവ് അങ്ങോട്ടും ആയിട്ട് ഓരോ മോളിക്കൂൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സംഭവം പറഞ്ഞില്ലേ ഡൈലക്ട്രിക്കിനകത്ത്. അപ്പോൾ ഡൈലക്ട്രിക്കിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജും അല്ലേ, ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഇങ്ങനെ ഡെവലപ്ഡ് ആവില്ലേ ഡ്യൂ ടു പോളറൈസേഷൻ. അപ്പോൾ ഇതിലുള്ള മോളിക്യൂൾസ് നെഗറ്റീവ് മോളിക്യൂൾസിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ടും വരും, പോസിറ്റീവ് അങ്ങോട്ടും പോയി, അങ്ങനെ ആവില്ലേ മോളിക്യൂൾസ് എല്ലാം. ഓക്കെ. അപ്പോൾ ഈ ഡൈലക്ട്രിക് സ്ലാബ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ലെങ്ത്ത് ഞാൻ എക്സ് എന്നെടുത്തു. ആ ലെങ്ത്ത് നമ്മൾ എക്സ് എടുത്തു. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ലെങ്ത്ത്, ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത്ത് എൽ മൈനസ് എക്സ്. ടോട്ടൽ ലെങ്ത്ത് എല്ലാണല്ലോ, അപ്പോൾ ഇത് എൽ മൈനസ് എക്സ് വരും. ഓക്കെ. അപ്പം ഹെഡിങ് നോക്കൂ, ഫോഴ്സ് ഓൺ ദ ഡൈലക്ട്രിക്. അപ്പോൾ ഓൺ ദ ഡൈലക്ട്രിക് സ്ലാബ് അല്ലേ. ഫോഴ്സ് ഓൺ ദ ഡൈലക്ട്രിക് സ്ലാബ് എങ്ങനെ വരിക? അപ്പം ഡൈലക്ട്രിക്കിൽ എന്ത് ചെയ്യും? ഡൈലക്ട്രിക്കിൽ മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവ് ഈ സൈഡിലും പോസിറ്റീവ് ആ സൈഡിലും ആയിട്ട് ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇതിൽ ഈ പോസിറ്റീവ് ഈ ഷീറ്റിലുള്ള പോസിറ്റീവും ഇതിൽ ഡെവലപ്പ് ചെയ്ത നെഗറ്റീവും ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലേ? അതുപോലെ ഇവിടെയും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാവും, അത് തമ്മിൽ ബാലൻസ് ആവും. ഓക്കെ. എങ്കിലും ഈ ഭാഗത്ത് ഇതിൻ്റെ കുറച്ച് ഭാഗമല്ലേ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തുള്ള പോസിറ്റീവ് ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ തമ്മിൽ ബാലൻസ് ആവും. പക്ഷേ ഈ ഭാഗത്തുള്ള പോസിറ്റീവ് ഈ നെഗറ്റീവിനെ എന്ത് ചെയ്യും? നെഗറ്റീവിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഈ നെഗറ്റീവ് ആണെങ്കിൽ ഈ പോസിറ്റീവിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാവും അല്ലേ, ഇങ്ങനെ അങ്ങോട്ടേക്കെല്ലാം ഫോഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്താവും? അപ്പോൾ ഡൈലക്ട്രിക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഫലമായിട്ട് നിങ്ങൾ വിചാരിക്കൂ, ഈ ഡൈലക്ട്രിക് ഇങ്ങനെ ഇതിലേക്ക് കയറി പോവാണ്. അപ്പോൾ കയറി പോകുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് വരികയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇങ്ങനെ അല്ലേ, ഈ എക്സ് ഇതല്ലേ. അപ്പോൾ എക്സ് ഇതിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും ഡ്യൂ ടു ദിസ് ഫോഴ്സ്. ഇപ്പോൾ വേരിയബിളാണ് ആര്? എക്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം ഇതിൽ
ഇതിൻ്റെ കപ്പാസിറ്റൻസ് പറയുമ്പോൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ സാധാരണ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് പറഞ്ഞാൽ അപ്സിലോൺ 0a/d. ശരിയാണ്. ഈ സ്ഥലത്തൊക്കെ അപ്സിലോൺ 0a/d, കാരണം ഇവിടെ ഫ്രീ സ്പേസാണ്. പക്ഷേ ഇവിടെ ഡൈഇലക്ട്രിക് സ്ലാബ് ഉണ്ടല്ലോ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഞാൻ K എടുത്തു. അപ്പോൾ ഇവിടെ എന്താ വരിക? ഈ ഭാഗത്ത് വരിക K അപ്സിലോൺ 0a/d. ഡൈഇലക്ട്രിക് ഉള്ളതുകൊണ്ട് K അപ്സിലോൺ 0a/d എന്നാണ് വരിക. പക്ഷേ ഇവിടെ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് അപ്സിലോൺ 0a/d എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്താവും? കപ്പാസിറ്റൻസ് ഈ ഭാഗത്താണ് പറയുന്നത്. ഇവിടെ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് അപ്സിലോൺ 0a/d. അപ്സിലോൺ 0a എന്ന് പറയുമ്പോൾ ഏരിയ. ആരുടെ ഏരിയ മക്കളെ? എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ ഏരിയ അല്ലേ? ശരിക്കും ഈ പ്ലേറ്റിൻ്റെ ഏരിയ എത്രയാണ് വരിക? ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞു L. ഈ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് B ആണ്. അപ്പോൾ ഏരിയ എത്രയാണ്? L/B, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നത് ഇത്രയും സ്ഥലത്ത്, ഇവിടെ മീഡിയം ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയും സ്ഥലത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും സ്ഥലത്താകുമ്പം ലെങ്ത്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്ത് L, ഇത് X. അപ്പോൾ ഇത് L - X അല്ലേ വരിക? അപ്പോൾ ഏരിയ എത്ര വരും? ഏരിയ ഉദ്ദേശിക്കുന്നത് പ്ലേറ്റിൻ്റെ ഏരിയ വേണ്ട, ഈ പ്ലേറ്റിൻ്റെ ഏരിയ. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഏരിയ. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ പറയുന്നത്. ഇവിടെയുള്ള കപ്പാസിറ്റൻസ് പറഞ്ഞാൽ അപ്സിലോൺ 0a/d. എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ സ്ഥലത്ത് ലെങ്ത്ത് എത്രയാണ്? L - X. L - X ഇൻറ്റു ബ്രെഡ്ത്ത് B. അപ്പോൾ L - X ഇൻറ്റു B. L - X ഇൻറ്റു B. അപ്സിലോൺ 0a/d. D എന്ന് പറയുമ്പോൾ ഇവരെ നമ്മുടെ ഡിസ്റ്റൻസ്. D എന്ന് പറയുമ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്താണ്. നമുക്ക് വേണ്ടത് പ്ലേറ്റിൻ്റെ ഏരിയ ആണ്. ഈ ഏരിയ ആണ് വേണ്ടത് അല്ലേ? അപ്സിലോൺ 0a/d. D ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് അപ്സിലോൺ 0a/d. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെതായിട്ടുള്ളൂ. ഇനി ഇവിടെ വരും പ്ലസ്. ഇവിടെ വരുമ്പോൾ ഇവിടെ മീഡിയം ഉണ്ട്. അപ്പോൾ മീഡിയം ഉണ്ടാകുന്ന എന്ത് വരും? K അപ്സിലോൺ 0a/d. അപ്പോൾ K അപ്സിലോൺ 0a എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഏരിയ അല്ലേ? ഇവിടെയുള്ള ഏരിയ ആരുടെ? പ്ലേറ്റിൻ്റെ ഏരിയ. ഇവിടെയുള്ള ഏരിയ. ഈ ലെങ്ത്ത് എത്രയാണ്? X അല്ലേ? അപ്പോൾ ലെങ്ത്ത് ഇത് L - X. അപ്പോൾ ഇത് X ലെങ്ത്ത്. പിന്നെ ബ്രെഡ്ത്ത് എത്രയാണ്? B. അപ്പോൾ X ഇൻറ്റു B. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ല ഏരിയ. അപ്പോൾ ഈ സ്ഥലത്തുള്ള ഏരിയ ഈ പ്ലേറ്റിൻ്റെ ഏരിയ ആണേ വേണ്ടത്. അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ത് വരും? X ലെങ്ത്ത്, ബ്രെഡ്ത്ത് B. അപ്പോൾ X ഇൻറ്റു B വരും. X ഇൻറ്റു B ആണ് ഏരിയ. അപ്പോൾ K അപ്സിലോൺ 0a ഇത് ഏരിയ A/d. ഇതാണ് കപ്പാസിറ്റൻസ്. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? ഈ ഡൈഇലക്ട്രിക് സ്ലാബ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഫോഴ്സല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ രണ്ട് കേസിലുള്ള ഫോഴ്സുകൾ കാണാൻ പോവാണ്. 2 കേസിൽ. ഒന്ന്, ഈ പ്ലേറ്റുകൾക്ക് എങ്ങനെയാണ് ചാർജ് കിട്ടിയത്? പ്ലേറ്റുകൾക്ക് ചാർജ് കിട്ടിയത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തല്ലേ? അപ്പോൾ ഒന്നാമത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വിത്ത് ബാറ്ററി കണക്റ്റഡ്. അതായത് ബാറ്ററി അവിടെ തന്നെ ഉണ്ട്. വിത്ത് ബാറ്ററി കണക്റ്റഡാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ, ബാറ്ററി കണക്റ്റഡ് ആണ് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ, കണക്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആരെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും? ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആയിരിക്കും. ബാറ്ററി ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററീൻ്റെ വോൾട്ടേജ് എന്താണോ അതായിരിക്കും ഇവിടെയുള്ള ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ യു എന്തായിരുന്നു? യു എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. എനർജീൻ്റെ ഇക്വേഷൻ വോൾട്ടേജ് അല്ലേ ഇവിടെ? ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ കോൺസ്റ്റൻറ്റ്? അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുള്ള ഇക്വേഷൻ എടുക്കുന്നു. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്നതിനും ½ CV² അല്ലേ? വോൾട്ടേജ് V ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ? V കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ U ഈക്വൽ ടു ½ ഇൻറ്റു C എന്ന് പറയുമ്പോൾ ഇതാണ് അപ്സിലോൺ 0 L - X
ഇൻറ്റു ബി ബൈ ഡി. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഈ കപ്പാസിറ്റൻസിനെ നമുക്കൊന്ന് ഈ രണ്ട് ടേമിൽ നിന്ന് ഏതൊക്കെ വി ക്യാൻ ടേക്ക് അപ്സിലോൺ 0 ബി ബൈ ഡി. Epsilon 0 b by d take outside. Okay, so this term become L minus x plus kx L minus x plus kx. Okay, from these two terms we can take x outside. അപ്പോൾ എന്താവും Epsilon 0 a by d into L plus take x outside എടുത്താൽ ഇവിടെ -1 വരും, ഇവിടെ k വരും. അപ്പോൾ k -1 അല്ലേ വരിക, k മൈനസ് ആദ്യം ഇതേക്കോ k -1 ടേക്ക് x ഔട്ട്സൈഡ് ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെ എടുക്കുക കപ്പാസിറ്റൻസ്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഹാഫ് CV². ഹിയർ ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് വോൾട്ടേജ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററിൽ ഹാഫ് ഇൻറ്റു സിക്ക് പകരം ഇത് കൊടുക്കുക. Epsilon 0 a by d into L plus k minus 1 into x capacitance into V². ഇങ്ങനെയായി. റെഡി? ഇനി ഇതിൽ എന്താ സംഭവിക്കും? ഇത് എനർജി എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. എന്തിനാണ് ഞാൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചത്? നമുക്കെന്നാൽ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഡൈലക്ട്രിക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എക്സ് ഡിസ്റ്റൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഡൈലക്ട്രിക്കിൽ അതിലുള്ള മോളിക്കുള്ളിൽ പോളറൈസേഷൻ സംഭവിച്ചിട്ട് എന്താവും, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർ ആദ്യമുള്ള പ്ലേറ്റും ഇപ്പോൾ വെച്ച ഡൈലക്ട്രിക്കും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള ഈ ഡയറക്ഷൻ ഇങ്ങനെയുള്ള ഫോഴ്സുകൾ തമ്മിൽ ബാലൻസ് ആവും. പിന്നെ ഫോഴ്സ് ഇങ്ങോട്ടാണ് വരിക, ഇങ്ങനെയുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെ കയറി വരും. ആ ഫോഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും അല്ലേ. ഇത് ഡിസ്റ്റൻസ് അല്ല എക്സ്. അപ്പോൾ ഇതിങ്ങനെ വരുന്നതിനനുസരിച്ച് എക്സ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. പൊട്ടൻഷ്യൽ എനർജി ആയത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്നാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ? F = -du/dx. ഇവിടുത്തെ വേരിയബിൾ എക്സ് അല്ലേ, -du/dr എന്നാണ് നിങ്ങൾ പഠിച്ചത്. dr ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എക്സ് എടുക്കുന്നത് കാരണം എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ഇവിടെ വേരിയബിൾ അല്ലേ, പറഞ്ഞല്ലോ. അപ്പോൾ F = -du/dx ഉണ്ടായി. അപ്പോൾ ഇതെന്താവും, -d/dx ഓഫ് u. യുവിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. എന്താണ്, ഹാഫ് Epsilon 0 a by d. ഓക്കെ, സോറി, ഇതിൽ Epsilon 0 not Epsilon 0 a by d. So here is Epsilon 0 b by d ആണ്, not a by d, b by d. Epsilon 0 b by d. So here Epsilon 0 b by d. Epsilon 0 b by d. b by d into in bracket L plus k minus 1 into x k minus 1 into x. Okay, x into V². ഇനിയുള്ളത് ഇതിൽ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കുക. സോ വി ക്യാൻ ടേക്ക് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്, ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ V² വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഹാഫ് Epsilon 0 b by d ഇൻറ്റു V² കോൺസ്റ്റൻറ്റ്. പിന്നെ മൈനസ് ഉണ്ട്, d/dx ഓഫ് പിന്നെയുള്ള എന്താണ്, L plus k minus 1 into x. അപ്പോൾ നമ്മൾ ഈ ടേമിനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ F = -half Epsilon 0 b by d V². ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ L ഈസ് ദ ടോട്ടൽ ലെങ്ത് അല്ലേ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ലല്ലോ L. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. അപ്പോൾ ഇതിനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടൂ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് k minus 1 into x. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 0, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ k - 1 അല്ലേ വരൂ അല്ലേ. ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ k - 1 ആണ് കിട്ടുക.
അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ k - 1 കിട്ടുക. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഇവിടെ നെഗറ്റീവ് സൈൻ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹിയർ നെഗറ്റീവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഫോഴ്സിൻ്റെ നേച്ചറാണ്. നെഗറ്റീവ് റെപ്രസെൻസ് ദ നേച്ചർ ഓഫ് ഫോഴ്സ്. എന്താ നേച്ചർ ഓഫ് ഫോഴ്സ്? ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൽസീവ് ഫോഴ്സ് ആണോ? ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ വരുന്നത്? ഫോഴ്സ് അട്രാക്റ്റീവ് അല്ലേ? ഫോഴ്സ് അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിലേക്ക് ഇതിനെ അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്നാണ് ഈ മൈനസിൻ്റെ മീനിങ്. ദ നേച്ചർ ഓഫ് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ വിത്ത് ബാറ്ററി കണക്റ്റഡ്. അതായത് നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ചാർജ് കിട്ടിയതിന് ശേഷം അതിലേക്ക് ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഡൈഇലക്ട്രിക് സ്ലാബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ മോളിക്യൂൾസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് ചാർജായിട്ട് ഇങ്ങനെയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേക്കൊരു ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള പ്ലേറ്റ് കാരണം ഇതിലേക്കൊരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇത്. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? വിത്ത് ബാറ്ററി കണക്റ്റഡ്. ഈ ബാറ്ററി അവിടെ തന്നെ ഉണ്ട്, വിത്ത് ബാറ്ററി കണക്റ്റഡ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് ബാറ്ററി, സെക്കൻഡ് വൺ വിത്ത് ബാറ്ററി ഡിസ്കണക്റ്റഡ്. ബാറ്ററി ഡിസ്കണക്റ്റഡ്, വിത്ത് ബാറ്ററി ഡിസ്കണക്റ്റഡ്. ബാറ്ററി ഡിസ്കണക്റ്റ് എങ്ങനെ ഡിസ്കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ബാറ്ററി കണക്റ്റഡ് ആണെങ്കിലാണ് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, അതായത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. അപ്പോൾ ഇവർക്ക് ചാർജ് ചാർജ് ചെയ്തു. ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴും ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? പക്ഷേ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അവിടെ തന്നെ ഉണ്ടെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാറ്ററീൻ്റെ വോൾട്ടേജ് ആയിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ്. പക്ഷേ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആവുക ചാർജാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഒരു ചാർജ് കിട്ടിയില്ലേ? ആദ്യമേ ഒരു ചാർജ് ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് ഒരു ചാർജ് കിട്ടിയില്ലേ? ആ ചാർജ് ആയിരിക്കും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന ചാർജായിരിക്കും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാറ്ററി അവിടെ തന്നെ കണക്റ്റഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കോൺസ്റ്റൻറ്റ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ചാർജ് കിട്ടിയോ ആ ചാർജ് ആയിരിക്കും കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർജാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ എനർജി എഴുതുമ്പോൾ എനർജി നമ്മൾ നോക്കൂ, നമ്മൾ എനർജി എഴുതിയിട്ട് എനർജീൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് പിന്നെ ഫോഴ്സ് കാണണമെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടേ? ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കണ്ടേ? അപ്പോൾ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാ കോൺസ്റ്റൻറ്റ്? ചാർജല്ലേ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ചാർജുള്ള ഇക്വേഷൻ എടുക്കണം. ചാർജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ചാർജുള്ള ഇക്വേഷൻ എടുക്കണം. ചാർജുള്ള ഇക്വേഷൻ എടുത്താൽ എന്താ ഗുണം? ചാർജുള്ള ഇക്വേഷൻ എടുത്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചാർജിനെ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ ചാർജുള്ള ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ഏതാ ഇക്വേഷൻ? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ പറ. എനർജി സ്റ്റോർ നേരത്തെ ഈ ഇക്വേഷൻ എടുക്കാൻ കാരണം നേരത്തെ വോൾട്ടേജ് ആയിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പോൾ ചാർജാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജുള്ള ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ചാർജുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഇക്വേഷൻ എന്ത് ചെയ്താൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ യു ഈക്വൽ ടു ഈ ഇക്വേഷൻ ചെയ്താൽ Q²/2C ചെയ്താൽ Q²/2C. സോ യു ഈക്വൽ ടു Q²/2C. സി ഇതാ കപ്പാസിറ്റൻസ് ഇതാ 2 ഉണ്ട്, 2C. സി എന്ന് പറയുമ്പോൾ ഇതാ ε0 B/d ഇൻറ്റു L + K-1 ഇൻറ്റു X. ഇനി ഫോഴ്സ് എങ്ങനെയാണ്? F = -du/dx. സോ F = -d/dx ഓഫ് u. യുവിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q²/2 ε0 B/d ഇൻറ്റു L + K-1 ഇൻറ്റു X ഇനിയാണുള്ളത്. ഓക്കെ, സോ F =
വി ക്യാൻ ടേക്ക് കോൺസ്റ്റൻസ് ഔട്ട്സൈഡ്. ഹിയർ ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഈ ഡി ന്യൂമറേറ്ററിലേക്ക് പോകില്ലേ, അപ്പോൾ ചാർജ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ ചാർജ് വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. പിന്നെ ഡി ന്യൂമറേറ്ററിലേക്ക് പോകും, അപ്പോൾ ക്യൂ സ്ക്വയർ ഡി ആവും അല്ലേ. അപ്പോൾ ക്യൂ സ്ക്വയർ ഡി ബൈ 2 എപ്സിലോൺ 0 ബി, 2 എപ്സിലോൺ 0 ബി, പിന്നെ ഒരു മൈനസും ഉണ്ട്. ഈ സാധനമൊക്കെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പിന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് പിന്നെ ഈ ടേമുള്ള ഇവിടുത്തെ വേരിയബിൾ എക്സ് അല്ലേ, കാരണം ഇതിങ്ങനെ എൻ്റർ ചെയ്യുന്ന പറഞ്ഞല്ലോ നമ്മൾ, എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് എക്സ് നടന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും അല്ലേ. പിന്നെ ഇതാണല്ലേ ഈ ടേമാണല്ലേ, ബാക്കിയെല്ലാം നമ്മൾ കോൺസ്റ്റൻസ് എല്ലാം പുറത്തെത്തും. പിന്നെ ഇതുള്ളത് ഡിനോമിനേറ്ററിലല്ലേ, അപ്പോൾ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇത് ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഓൾറേസ്റ്റ് ഇത് ഓൾറേസ്റ്റ് 1, അപ്പോൾ ഇവിടെ ഇതിനെ ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ഓൾറേസ്റ്റ് -1 കൊടുക്കുക. അപ്പോൾ L പ്ലസ് K - 1 ഇൻറ്റു എക്സ് ഓൾറേസ്റ്റ് -1 എഴുതാം അല്ലേ. ഈ ടേം നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എഴുതി. സോ എഫ് ഈക്വൽ ടു മൈനസ് ക്യൂ സ്ക്വയർ ഡി ബൈ 2 എപ്സിലോൺ 0 ബി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഏതാ ഫോമുല? nx⁻n−1. അപ്പോൾ ഇത് മൊത്തത്തിൽ x ആയിട്ട് എടുക്കും. അപ്പോൾ nx⁻n−1. അപ്പോൾ എന്താ വരിക? -1 L പ്ലസ് K-1 ഇൻറ്റു എക്സ് അല്ലേ, K-1 ഇൻറ്റു എക്സ് ഓൾ റേസ്റ്റ് എന്ത് വരും? ഇത് nx⁻n−1. n-1 എന്ന് പറയുമ്പോൾ -1 അപ്പോൾ -2 nx⁻n−1 ഇൻറ്റു കഴിഞ്ഞില്ലല്ലോ, ഇൻറ്റു പിന്നെ ഈ ടേമിനെയും കൂടി ഇതിനെ മൊത്തത്തിൽ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഈ ടേമിനെ മാത്രം L എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. പിന്നെ ഇതിനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടൂ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ K-1 വരും, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ K-1 വരും. അപ്പോൾ ഇങ്ങനെ വരും. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്ത് കിട്ടും? എഫ് ഈക്വൽ ടു ഓക്കെ ക്യൂ സ്ക്വയർ ഡി ബൈ 2 എപ്സിലോൺ 0 ബി ഇൻറ്റു K-1. പിന്നെ ഈ ടേം ഓൾറേസ്റ്റ് -2 അല്ലേ, അപ്പോൾ ഇതിങ്ങനെ ഇതാ 1 ബൈ L പ്ലസ് K-1 ഇൻറ്റു എക്സ് ഓൾ സ്ക്വയർ ചെയ്തല്ലേ, ഓൾ സ്ക്വയർ അല്ലേ, 1 ബൈ സ്ക്വയർ ചെയ്താൽ മേലെ പോകുമ്പോൾ -2 ഇൻറ്റു K-1 വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും ഫോഴ്സ്. ബാറ്ററി എന്ത് ചെയ്താൽ? ഡിസ്കണക്ട് ചെയ്താൽ. ഓക്കെ റെഡി. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം.